ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് ഉത്രം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കണ്ട് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ വർഷാവസാനമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ കാലം കൂടുതൽ അനുകൂലമായിട്ട് മാറുന്നതാണ്. നിങ്ങൾക്ക് ധനലാഭം, ജീവിത വിജയം എന്നിവ തീർച്ചയായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് ചില ബന്ധുജനങ്ങളുടെയൊക്കെ സഹായം ലഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നു. ഊഹ കച്ചവടത്തിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുന്ന സമയമാണ്. അത് ഷെയർ മാർക്കറ്റ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ലാഭം ഉണ്ടാവുന്ന സമയമാണ്. അല്ലെങ്കിൽ ഊഹാപോഹങ്ങളൊക്കെ വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും ലാഭം ഉണ്ടാകുന്ന സമയമാണ്. സന്താനങ്ങളുടെ വരുമാനങ്ങളിലൊക്കെ വർധനവ് കാണുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ ആത്മവിശ്വാസവും കാര്യനിർവഹണ ശക്തിയുമൊക്കെ വർദ്ധിക്കുന്നൊരു സമയം കൂടിയാണ്. നിങ്ങൾ ധാരാളം പാഴ്ചിലവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും, അത് നിയന്ത്രിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ഗൃഹപരമായിട്ടുള്ള കാര്യത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം, വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം നിങ്ങൾ കാണും. നിങ്ങൾ ബന്ധുജനങ്ങളാൽ കൂടുതൽ മറ്റുള്ളവരെ സഹായമാണ് ലഭിക്കുക. ഈ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ ബന്ധുജനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരവശ മോശം സമയത്ത് നിങ്ങളുടെ ബന്ധുജനങ്ങളെക്കാൾ കൂടുതൽ മറ്റ് സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ രക്തബന്ധമില്ലാത്തവരായിരിക്കും കൂടുതലായിട്ട് നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒരു രക്ഷ നേടുന്ന ഒരു സമയം കൂടിയാണ് നവംബർ ഡിസംബർ മാസം. വിദ്യാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമാണ്. വിദ്യാഭ്യാസ രംഗത്തെ ഉയർച്ചയുടെ കാലം തന്നെയാണ്. വ്യവസായികൾക്കും ബിസിനസ്സുകാർക്കും കാലം അനുകൂലം തന്നെയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലൊക്കെ നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകും. കൂടുതൽ വരുമാനം നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ ശത്രുദോഷമൊക്കെ ഒന്ന് കുറയുന്ന സമയം കൂടിയാണ്. ശത്രുവിൻ്റെ ശൈല്യമൊക്കെ ഒന്ന് കുറയുന്ന സമയമാണ്. എന്നാൽ നിങ്ങൾ അനർഹരെയൊക്കെ സഹായിച്ച് ശത്രുത സമ്പാദിക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ശരിയായ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ സഹായിക്കണമെങ്കിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ വേണ്ടി സംസാരിക്കണമെങ്കിലോ ഒക്കെ ഒന്ന് സൂക്ഷിച്ചും കണ്ട് ചെയ്യുക. കാരണം നിങ്ങൾ ന്യായത്തിൻ്റെ ഭാഗത്ത് ആകണമെന്നില്ല ചെയ്യുന്നത്. നിങ്ങൾ ചിലരുടെ ബന്ധത്തിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, അവരോടുള്ള സിമ്പതിയുടെ പുറത്തായിരിക്കും ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അനർഹരെ സഹായിച്ച് ശത്രുത മറ്റുള്ളവരുടെ സമ്പാദിക്കേണ്ട ഗതികേട് വരും. ചിലരൊക്കെ ഗൃഹം ഓടി പിടിപ്പിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് കാലം വളരെ അനുകൂലം തന്നെയാണ്. ഇതിലെടുത്ത് പറഞ്ഞ അപ്രതീക്ഷിത ധനയോഗം നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ലോട്ടറി പോലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാവുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. നിങ്ങൾക്ക് സ്തുതി പാഠകരുടെ ശൈല്യം കൂടി വരുന്നതാണ്. ധനം കയ്യിലുള്ളപ്പോൾ അത് മിസ്യൂസ് ചെയ്യിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ ചുറ്റും കൂടും. അവർ നിങ്ങളെ സ്തുതി പാഠകരായിട്ട് മാറുന്നതാണ്. അങ്ങനെ ഉള്ള ആൾക്കാരുടെ ശൈല്യമൊക്കെ കൂടി വരുന്നൊരു സമയമാണ് നവംബർ ഡിസംബർ മാസം. നിങ്ങൾക്ക് അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് ഈ മാസങ്ങളിൽ. സന്താനങ്ങൾക്ക് ഗുണകരമായ സമയമാണ്. സന്താനങ്ങൾക്ക് ജോലിയിൽ വിദേശത്ത് പുതിയ പദവികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഓഹരി ഇടപാടുകളിലൊക്കെ ധനയോഗമാണ് കാണുന്നത്, ലാഭമാണ് കാണുന്നത്. നിങ്ങൾക്ക് കേസരി യോഗമൊക്കെ ഉള്ളത് ഒരു വിധത്തിലെങ്കിലും സഹായകരമാവുന്ന സമയമാണ്. കേസരി യോഗം നല്ല രീതിയിൽ നിങ്ങളുടെ ഉയർച്ചയെ സഹായിക്കുന്നതാണ്. നിങ്ങൾ ഈ 2 മാസങ്ങളിൽ ഒരിക്കലും വാഗ്വാദങ്ങൾ ഏർപ്പെടരുത്, ആയത് വിനയായി ഭവിക്കുന്നതാണ്. ചിലർക്കൊക്കെ മാതാവിൻ്റെ സ്വത്തുക്കൾ സ്വന്തം പേരിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചിട്ട് വിഘ്നേശ്വര പ്രീതി നേടുകയാണെങ്കിൽ, വിഘ്നേശ്വര ഭഗവാന്റെ സന്തോഷത്തിന് പാത്രമായി മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് സർവകാര്യ വിജയം ലഭിക്കുന്നതാണ്. വെള്ളിയാഴ്ചകളിലൊക്കെ വിഘ്നേശ്വര ഭഗവാന്റെ ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സങ്കടങ്ങൾക്ക് അറുതി വരുത്തുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.